മൂന്നാം ക്ലാസ്സിലെ ഫിഖിലെ 17ാമത്തെ പാഠം അത്തഹിയാത്തും സ്വലാത്തും. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ടതാണ് അത്തഹിയാത്തും അതിനുശേഷമുള്ള സ്വലാത്തും. നമുക്ക് പാഠം നോക്കാം. അത്തഹിയാത്തും സ്വലാത്തും ഫർളാണെന്ന് പഠിച്ചു. എന്നാൽ അവ നിങ്ങൾക്ക് അറിയുമോ? അൻവർ പറഞ്ഞു, 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെ, എന്നാൽ നമുക്ക് അത്തഹിയാത്ത് ഓർമ്മ പുതുക്കാം. 2ാം ക്ലാസ്സിൽ പഠിച്ച അത്തഹിയാത്തിൻ്റെ ഓർമ്മ പുതുക്കാം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് അത്തഹിയാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് ചൊല്ലുന്നതാണ് നബിയുടെ മേലുള്ള സ്വലാത്ത്. ഈ അത്തഹിയാത്തും അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വരെ അത്തഹിയാത്തും അതിനുശേഷമുള്ള നബിയുടെ മേലുള്ള സലാത്തും നിസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ടതാണ്. ബാക്കി നോക്കാം. വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വ ബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതുവരെയുള്ളത് ഇബ്രാഹിമിയ സലാത്താണ്. ഇത് അത്തഹിയാത്തിൻ്റെ കൂടെ ഈ സലാത്തും ശക്തിയായ സുന്നത്താണ്. അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ, ഇല്ലല്ലാ എന്നതിൽ ഏതാണ് ഹംസ? ഈ എന്നത് ഉച്ചരിക്കുന്ന വേളയിൽ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. നിസ്കാരം തീരുന്നത് വരെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയും അതിലേക്ക് നോക്കുകയും വേണം. വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തി കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ ചെല്ലുന്നത് വരെ, നിസ്കാരം കഴിയുന്നത് വരെ ചൂണ്ടുവിരലിലേക്ക് നോക്കുകയും വേണം. നിസ്കാരത്തിലെ മറ്റു സമയങ്ങളിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. നിസ്കാരം തുടങ്ങുന്നത് മുതൽ അത്തഹിയാത്തിലെ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നത് വരെ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് ചൊല്ലിയാൽ ചൂണ്ടുവിരൽ, വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തി അതിലേക്ക്. സ്വലാത്തിന് ശേഷമുള്ള ഒരു പ്രത്യേക ദുആ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷമുള്ള ഒരു പ്രത്യേക ദുആ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത ആലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം ഈ ദുആ ചൊല്ലൽ സുന്നത്താണ്. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. പ്രവർത്തനങ്ങൾ. 1. നിസ്കാരത്തിൽ നിർബന്ധമായ 14 ഫർളുകൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇവ കണ്ടെത്തി നിങ്ങളുടെ പുസ്തകത്തിൽ ക്രമപ്രകാരം എഴുതി വെക്കുക. ഫുറൂലു സ്വലാത്ത് എന്ന തലവാചകം നൽകുക. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ആ 14 ഓരോ പാഠങ്ങളിലായിട്ട് പഠിച്ചു. ഇനി ഫുറൂലു സ്വലാത്ത് എന്ന് എഴുതിയിട്ട് ഈ 14 ഫർളുകൾ നോട്ട് ബുക്കിൽ എഴുതുക. ഏതൊക്കെയാണ് 14 ഫർളുകൾ? 1. നിയ്യത്ത്. 2. തക്ബീറത്തുൽ ഇഹ്റാം. 3. ഖിയാം. 4. ഫാത്തിഹ. 5. റുക്കൂഅ്. 6. എഴുത്തിദാല്. 7. സുജൂദ്. 8. സുജൂദുകൾക്കിടയിലെ ഇരുത്തം. 9. ഈ 4 ഫർളുകളിലെ തുമഅനീനത്ത്. 10. അവസാനത്തെ അത്തഹിയാത്ത്. 11. അതിനുശേഷമുള്ള സ്വലാത്ത്. 12. അത്തഹിയാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടിയുള്ള ഇരുത്തം. 13. സലാം ചൊല്ലൽ. 14. തർത്തീബ്. ഇവയാണ് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. അതിൽ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ മൂന്നാമത്തെ ഖിയാമാണ്.
ഖിയാം പറഞ്ഞാൽ നിൽക്കാൻ കഴിവുള്ളവൻ, നിൽക്കൽ. 9ാമത്തെ ഫർള് ഈ 4 ഫർളുകളിലെ തുമഇനീനത്ത്. ഏത് 4 ഫർളുകളിലൊക്കെയാണ് തുമഇനീനത്ത്? റുക്കു, ഏത്തിദാല്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം. ഈ 4 ഫർളുകളിൽ അല്പനേരം അനക്കം അടങ്ങുന്നതിനാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. അനക്കം അടങ്ങൽ എന്നാണ് തുമഇനീനത്ത് എന്നതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ബാക്കി നോക്കാം. നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഫർള് തർത്തീബാണ്. തർത്തീബ് ക്രമപ്രകാരം ചെയ്യലാണ്. ഇനി നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ കരുതേണ്ടവ, പ്രവർത്തിക്കേണ്ടവ, ഉച്ചരിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിച്ചെഴുതുക. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14. അതിൽ കരുതേണ്ടവ, നിസ്കാരത്തിൽ ഒരു ഫർള് കരുതാനുള്ളതാണ് അല്ലേ? ഏതാണ് ഫർള്? നിയ്യത്ത്. നിയ്യത്ത് മനസ്സിൽ കരുതണം. കരുതേണ്ടവ എന്നുള്ളതിൽ ഒരൊറ്റ ഫർളേ ഉള്ളൂ കരുതാനുള്ളത്, നിയ്യത്താണ്. അത് നിയ്യത്ത് മാത്രമാണ്. 2 പ്രവർത്തിക്കേണ്ടവ എന്ന് എഴുതാം. ഏതൊക്കെയാണ് പ്രവർത്തിക്കേണ്ടവ? പ്രവർത്തിക്കാനുള്ളത് 8 ഫർളുകളാണ്. അതിൽ 1ാമത്തെ ഖിയാം, നിൽക്കൽ. 2 റുക്കുവ്, 3 ഏത്തിദാല്, 4 2 സുജൂദ്, 5 2 സുജൂദിൻ്റെ ഇടയിലിരിക്കൽ, 6 അടങ്ങി താമസിക്കൽ, 7 അവസാനത്തെ അത്തഹിയാത്തിനും സലാത്തിനും സലാമിനും വേണ്ടിയിരിക്കൽ, 8 തർത്തീബ്. ഈ 8 ഫർളുകൾ നിസ്കാരത്തിൽ പ്രവർത്തിക്കേണ്ടവയാണ്. ഇനി ഉച്ചരിക്കേണ്ടവ. ഏതൊക്കെയാണ് ഉച്ചരിക്കേണ്ട ഫർളുകൾ? 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 അവസാനത്തെ അത്തഹിയാത്ത്, 4 അവസാനത്തെ അത്തഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 5 1ാം സലാം വീട്ടൽ. ഇവയാണ് ഉച്ചരിക്കേണ്ട ഫർളുകൾ. ഉച്ചരിക്കേണ്ട ഫർളുകൾ 5 എണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 3. അസ്വലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ലി പഠിക്കുക. സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് തൊട്ടിട്ട് ഇന്നക ഹമീദും മജീദ് അതുവരെ ഉള്ളത് ചൊല്ലി പഠിക്കാം. 2 സന്ദർഭം വിശദീകരിക്കുക. 1 വലതു കൈയുടെ ചൂണ്ടുവിരൽ ഉയർത്തുന്നു. അതിൻ്റെ ഉത്തരം അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ വലതു കൈയുടെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ്. 2 സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുന്നു. അതിൻ്റെ ഉത്തരം നിസ്കാരത്തിൽ മറ്റെല്ലാ സമയങ്ങളിലും സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. 3 സ്വലാത്തിന് ശേഷമുള്ള ദുആ പഠിക്കുക. അല്ലാഹുമ്മ ഇഗ്ഫിർലി മാ ഖദ്ദംതു മുതൽ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വരെ പഠിക്കാം. സുഹൃത്തുക്കൾക്ക് ചൊല്ലി കേൾപ്പിക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചതുപോലെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നിസ്കരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിസ്കാരത്തിൽ എല്ലാ ഫർളുകളും അതുപോലെ ശരിയായ രീതിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ ഫർളുകൾ അല്ലാത്ത എന്തെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് നിസ്കാര ശേഷം വിലയിരുത്തുക. ഫർളുകൾ അല്ലാത്ത സുന്നത്തുകൾ എന്തെല്ലാം ചെയ്തു എന്ന് നിസ്കാര ശേഷം വിലയിരുത്തുക. അവ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിടുക. ഫർളുകൾ പഠിച്ചിട്ടുണ്ട്, ഫർളുകൾ അല്ലാത്ത സുന്നത്തുകൾ ഏതെല്ലാമാണ് ചെയ്തത് എന്ന് നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.